എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് പുട്ടുണ്ടാക്കുന്ന വീഡിയോ കണ്ടാലോ? അപ്പോൾ ഞാൻ എങ്ങനെയാണ് പുട്ട് റെഡിയാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്ന കണക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു ഗ്ലാസ് ഞാനിപ്പോൾ എടുത്തേക്കുന്ന 1.25 ഗ്ലാസ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിന് 1.25 ഗ്ലാസ് ആണെങ്കിൽ വെള്ളവും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പുട്ടുപൊടി ആഡ് ചെയ്യുന്ന ഒപ്പം തന്നെ ഉപ്പും കൂടെ ആഡ് ചെയ്ത് പിന്നെ വെള്ളവും ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കുകയാണ് പതിവ്. തലേന്ന് വൈകിട്ട്, ഇപ്പം നമുക്ക് നാളെയാണ് പുട്ട് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇന്ന് വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പാണെങ്കിൽ രാത്രി നമുക്കാണെങ്കിൽ ഇത് വെള്ളമൊക്കെ മിക്സ് ചെയ്ത് വെക്കാം. രാവിലെ ആകുമ്പോഴത്തേനും ഇത് നന്നായിട്ട് കുതിർന്ന് നല്ല പരുവത്തിന് മാവ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് റെഡിയാക്കി നോക്കാം. പുട്ട് ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ പുട്ടിന് തേങ്ങ മാത്രം ചേർത്ത് റെഡിയാക്കുന്നവരുണ്ട്. ഞാൻ ഇന്നാണെങ്കിൽ നമ്മുടെ ഏത്തയ്ക്കയും കൂടാണ് ചേർത്ത്, പഴുത്ത ഏത്തപ്പഴം ഉണ്ടല്ലോ അതാണ് ചേർത്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ചിക്കൻ്റെ മസാല പോലെ റെഡിയാക്കുമോ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ ബീട്രൂട്ട്, ക്യാരറ്റ് അങ്ങനെ ഇഷ്ടമുള്ള മസാല പോലെയൊക്കെ ആക്കിയിട്ട് നമുക്ക് ഈ ഫില്ലിങ്സ് ആയിട്ട് നമുക്ക് വെച്ച് കൊടുത്ത് പുട്ടുണ്ടാക്കാവുന്നതാണ്. അതുകൊണ്ട് ഉപ്പിട്ടിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളമാണെങ്കിൽ ആഡ് ചെയ്യുക. വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തോന്നും വെള്ളമാണെങ്കിൽ കൂടുതലാണ്, ഇത് ഒത്തിരി കൂടിപ്പോയല്ലോ, കുഴഞ്ഞു പോയല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ നിങ്ങൾ എന്താ ചെയ്യണം, അതൊന്ന് ഇളക്കിയിട്ട് അടച്ചങ്ങ് വെക്കുക. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് പുട്ടുപൊടിയല്ലേ എടുത്തത്, 1 ഗ്ലാസും പിന്നെ 1/4 ഗ്ലാസും. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് അളവിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നമുക്കാണെങ്കിൽ ഒരു ദോശ ചുട്ടെടുക്കാതെ മാതിരി ഇപ്പോൾ ഈ ഒരു പുട്ടുപൊടി ഇരിക്കുന്നത്. പക്ഷേ രാവിലെ ആകുമ്പോഴത്തേന് നല്ല പരുവത്തിന് നമുക്ക് കിട്ടിയിരിക്കും. നമ്മളിത് അടച്ച് വെച്ച് ഒരു വൈകുന്നേരത്തിന് വെച്ചിരുന്നാൽ മതി. അപ്പം ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറന്നുപോലെ ഇപ്പം തന്നെ ലൈക്ക് അങ്ങ് അടിച്ചു കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഒഴിച്ച് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിതങ്ങ് അടച്ച് വെച്ച് മാറ്റി വെച്ചേക്കാം. പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും നമുക്ക്, ഞാനപ്പം പുട്ടുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ പുട്ട് കുറ്റിയിൽ ചില സമയത്തൊക്കെ പുട്ട് കുറ്റി അല്ലെങ്കിൽ നമ്മൾ ചിരട്ടപ്പുട്ട് പോലൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. പക്ഷേ ഞാൻ ചെയ്യുന്നത് ഇഡലിത്തട്ടിലാണ് പുട്ട് ഇങ്ങനെ റെഡിയാക്കുന്നത്. പുട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്ലാസ്സിലോട്ട് ഇപ്പം ഞാൻ ആ ഒഴിച്ച് മാവെടുത്തില്ലായിരുന്നോ, ആ ഒരു പുട്ടുപൊടി ആണെങ്കിൽ അളന്നെടുത്തില്ലേ, ആ ഒരു ഗ്ലാസ്സിൽ തന്നെ ഇങ്ങനെ വെച്ച് ഫില്ലിങ്സൊക്കെ കൊടുത്ത് അതിങ്ങനെ ഈ ഇഡലിത്തട്ടിലോട് ഇങ്ങനെ കമഴ്ത്തി വെക്കും. അപ്പോൾ നമുക്ക് ഒറ്റയടി തന്നെ ഇത്രയും പുട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. നമുക്ക് രാവിലെയൊക്കെ ഇപ്പം ഡ്യൂട്ടിക്കൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഒട്ടും വിഷമിക്കേണ്ട. നമുക്കിപ്പം 3-4 പേർക്കൊക്കെ ഉള്ള പുട്ടൊക്കെ, ഇപ്പോൾ 5 തട്ടൊക്കെ ഉള്ള പുട്ടുണ്ടല്ലോ, നമ്മുടെ ഇഡലിത്തട്ടുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നമ്മുടെ സ്വാദിഷ്ടമായ പുട്ട് ഇവിടെ റെഡി. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.